ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2369. ഇന്ന് ജൂൺ മാസം 26-ാം തീയതി, 177-ാമത്തെ ദിവസത്തിലെത്തി. സ്ലീഹാനോമ്പാണ്. നമ്മൾ കുറെ കൂടി ഒരു യേശുബോധത്തിലേക്കും യേശു പറയാനും പഠിപ്പിക്കുവാനും നിലനിർത്തുവാനുമൊക്കെ ആഗ്രഹിക്കുകയും ശ്രമിക്കുകയും ചെയ്ത ആശയത്തിന്റെ ലോകത്തിലേക്കുമൊക്കെ ഒന്ന് പ്രവേശിക്കട്ടെ. സ്ലീഹന്മാരൊക്കെ അതിലൂടെ പരുവപ്പെട്ട് കടന്നുപോയവരല്ലേ. ആ ഒരു പരിമളവും സുഗന്ധവുമൊക്കെ നമ്മളും ഒന്ന് അനുഭവിക്കണ്ടേ. വീണ്ടും ഒരു നോമ്പിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ, ഉപവാസത്തെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ, എന്താണ് ഇതൊക്കെ നമ്മളെ ഇനിയും സഹായിക്കാനായിട്ട് പോകുന്നത്? എങ്ങനെയാണ്? ഇത്രയുമുള്ളൂ ശരീരമെന്ന സൗമ്യമായ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ഉപവാസവും ഓരോ നോമ്പുമൊക്കെ. അതെ, ഇത്രയേ ഉള്ളൂ, ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും ഓരോരുത്തരും എത്തുകയാണ്. വിശക്കുക, കഴിക്കുക, ആനന്ദിക്കുക, അങ്ങനെ പോകുന്നു പൊതുവെ മനുഷ്യ ജീവിതം അല്ലേ. യേശു പറഞ്ഞ കഥയിലെ ഭോഷനായ മനുഷ്യന്റെ ആത്മകഥ അങ്ങനെയായിരുന്നു. തിന്നുക, കുടിക്കുക, പിന്നെ ആനന്ദിക്കുക. അതിനുമപ്പുറത്ത് ഒരു ജീവിതം ഉണ്ട് എന്ന്, നിലനിൽക്കേണ്ട ചിലതൊക്കെ ഉണ്ടെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന്റെ സന്ദർഭവും കൂടിയാണ് ഒരു നോമ്പുകാലം. പിന്നെ ജീവിതത്തിന്റെ ഏകാഗ്രതയെ തിരികെ പിടിക്കാനുമുള്ളൊരു കാലമാണ് നോമ്പ്. വളരെ കുറച്ച് കാര്യങ്ങളിൽ ജീവിച്ച് തുടങ്ങുക, ജീവിച്ച് മുമ്പോട്ട് പോവുക. ശരിയല്ലേ? എന്തുമാത്രം അനവധിയായ കാര്യങ്ങളിലാണ് നമ്മളിങ്ങനെ കൂടിച്ചേർന്ന് ഇങ്ങനെ വല്ലാതെ പരന്നൊഴുകുന്നത്. ഒന്ന് ആഴപ്പെട്ട് ഒഴുകാനായിട്ട് എന്തുകൊണ്ടാണ് സാധിക്കാതെ പോകുന്നത്? നോമ്പുകാലം കുറെ കൂടി ആഴപ്പെടാനാണ്. എല്ലാ ബന്ധങ്ങളെയും കുറച്ചും കൂടി ഒന്ന് ആഴപ്പെടുത്തി അടയാളപ്പെടുത്താനാണ്. മനുഷ്യൻ എന്ന നിലയിലും, സ്ത്രീ എന്ന നിലയിലും, പുരുഷൻ എന്ന നിലയിലും, ഭർത്താവ് എന്ന നിലയിലും, ഭാര്യ എന്ന നിലയിലും, മക്കൾ എന്ന നിലയിലും, സഹോദരങ്ങൾ എന്ന നിലയിലുമൊക്കെ നമ്മൾ ഇനിയും കുറെ കൂടി ബന്ധത്തെ കുറെ കൂടി നിർമ്മലീകരിക്കണ്ടേ. ഒരു ദേശത്തിന്റെ പൗരൻ എന്ന നിലയിലും, അല്ലെ, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിലും നമ്മൾ കുറെ കൂടി പാകപ്പെടേണ്ടേ. നോമ്പ് അതിനു വേണ്ടിയിട്ടുള്ള ദിവസങ്ങളാണ്. തീർച്ചയായും യേശുബോധത്താൽ ഞാനും ഒരു ജ്ഞാന സ്നാനത്തിന് ഒരുങ്ങാം ഈ നോമ്പിന്റെ ഹ്രസ്വമായ ദിനങ്ങളിലൂടെ. ആമേൻ.